എന്താ ചെയ്യുന്നേ? ഫുഡ് പ്രെപ്പിംഗ്. ബിക്കോസ് നമ്മളൊരു റോഡ് ട്രിപ്പ് പോകാൻ പോവാണ്. എങ്ങോട്ടാന്നൊക്കെ പിന്നെ പറയാം, അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ഐ നോ ഐ ഹാവ് എൻ അഗ്ലി കത്തി. ഡീൽ വിത്ത് ഇറ്റ്, ഡോണ്ട് ജഡ്ജ്. ഓക്കെ, അത് പറഞ്ഞു തന്നെ. ഇത് മറ്റേ ട്രിവാൻഡ്രത്ത് മാത്രം കിട്ടുന്ന ഒരു കത്തിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ആക്ച്വലി എനിക്ക് അറിയാൻ പാടില്ല ഇത് ട്രിവാൻഡ്രത്ത് മാത്രമാണ് കിട്ടുന്നത്. പക്ഷേ ദിസ് ഇസ് അഗ്ലി കത്തി, പക്ഷേ ദിസ് ഡസ് ദ വർക്ക്. എന്റെ തന്നെ അതുപോലെ. അതെ, എന്റെ അമ്മ എനിക്ക് പ്രത്യേകിച്ച് പാക്ക് ചെയ്ത് തന്ന സാധനമാണ്, ഉപയോഗിക്കാൻ എളുപ്പത്തിന്. ഞാൻ ചെറുതായിട്ടൊരു അബദ്ധം കാണിച്ചതിന്റെ എഡ്ജ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ സ്റ്റിൽ ഡസ് ദ വർക്ക്. അതെ, പക്ഷെ അവളെ നിർത്തിക്കോ. ഇതിൽ ലിറ്ററലി എൻ്റെ ജോലി കഴിക്കാന്ന് മാത്രമുള്ളത്. എന്തോ പേരൊക്കെ പറഞ്ഞല്ലോ, ഗോർമേ കുക്കുംബർ. ഗോർമേ. ഗൈസ് കാണൂ, ഗൈസ് നമ്മുടെ സ്കിൽസ്. ഗുഡ് മോർണിംഗ് പീപ്പിൾ. നമ്മുടെ റോഡ് ട്രിപ്പ് 6 മണിക്ക് തുടങ്ങാനായിരുന്നു പ്ലാൻ. പക്ഷെ ഉറങ്ങിപ്പോയി. സാരമില്ല, വി ഹാവ് ടൈം. ഗുഡ് മോർണിംഗ്. എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി. എന്നെ കണ്ട എല്ലാവരും ആരും പറയും നമുക്ക് പാർക്കിംഗ് ടിക്കറ്റ് അടിച്ചിട്ടുണ്ടോ? ചെറുതായിട്ട് രാത്രി പുറത്ത് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ പോയി നോക്കിയാലൊക്കെ തോന്നുന്നു അടിച്ചിട്ടുണ്ടാവോ. ചെറിയ പേടി ഇല്ലാതില്ല. ബിക്കോസ് ഇവിടെ തൊട്ടേനും പിടിച്ചതിനും പാർക്കിംഗ് ടിക്കറ്റ് അടിക്കുമല്ലോ. ഒരേ ഒരു ആശ്വാസമല്ല, ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നത് വണ്ടിയിൽ ഓൾറെഡി ഒരു പാർക്കിംഗ് പെർമിറ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. അതിനി അവർ നോക്കില്ലേ? ബിക്കോസ് ഇത് റെസിഡൻസ് പെർമിറ്റ് സോൺ ആണല്ലോ. അടിച്ച മൊമെന്റ് ഓഫ് ട്രൂത്ത്. മൊമെന്റ് ഓഫ് ട്രൂത്ത് അതിലൊന്നും എഴുതി വെച്ചിട്ടില്ല അല്ലേ? Maybe it's a good start. ഞാൻ കുറച്ച് നറുനണ്ടിയും കളിച്ച് വെച്ചു. യാത്ര തുടങ്ങിയിട്ട് 1 മണിക്കൂർ ഇപ്പോൾ ഒഫീഷ്യലി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. Now 4 more hours. Oh no, 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മഴ തുടങ്ങി. നമ്മളവിടെ എത്തുമ്പോൾ മഴ ഉണ്ടായിരിക്കുമോ? 4 മണിക്കൂർ മഴ തീരുമോ? What do you think? എന്ത് പറയാനാ, നല്ല ഗ്ലൂമിയാണ്, മഴയുമുണ്ട്. സോ അറിയില്ല. ഇപ്പോൾ നമ്മളൊരു പെട്രോൾ അടിക്കാൻ കയറി. ഒരു ഏരിയ. ഇവിടെ കുറേ ഷോപ്സും റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉണ്ട്. നമുക്ക് കുറച്ച് നേരം ഇവിടെ കിടന്ന് റെസ്റ്റ് എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ച് പോകാം, ഫ്രഷൊക്കെ ചെയ്യാം. ഫ്രഷൊക്കെ ആവാം. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. സീൻസ് ലൈക്ക് എ നൈസ് ഐഡിയ. പക്ഷേ ഐ എം ക്വൈറ്റ് വെറീഡ്. ലൈക്ക് നല്ല ഗ്ലൂമി ആയിട്ട് തോന്നുന്നുണ്ട്. സോ ബീച്ചിൽ ഇറങ്ങാൻ പറ്റുമോ എന്ന് അറിയില്ല. മിക്കവാറും കാറിൽ തന്നെ ഇരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. രാമു അവിടെ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം സ്വന്തമായിട്ടാണ്. അങ്ങനെ കാശും കൊടുത്ത് രാമു തിരിച്ച് കയറി വരികയാണ്.
ഈ ബോക്സറൊക്കെ ഇട്ട് തോന്നും. പിന്നെ ഭയങ്കര മഴയാണ് guys. മഴ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട്, പക്ഷേ ഒന്നും പറയാൻ പറ്റില്ലെന്ന് തോന്നുന്നു. നിൽക്കണത്, പക്ഷെ മഴ പോയിരിക്കും. ഇനി ഒരു 2.5 മണിക്കൂറും കൂടെ ഉണ്ട്. ഫുള്ളൊരു ഫാംസ്. മഴയില്ലായിരുന്നെങ്കിൽ പക്ഷെ മഴയത്ത് ലുക്സ് ഭയങ്കര ക്യൂട്ട് പ്ലേസ്. ഒരു ഓൾഡ് ടൗൺ പോലെയൊക്കെ ഉണ്ട് പഴയ ഒരു സ്ഥലം. ഇവിടെ ഇവിടെയൊക്കെ ഫാമിലി ഫാംസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇതിങ്ങനെ കിടക്കുകയാണ്, ഭംഗിയാ. ശരിക്കും ഞാൻ കുറച്ച് നേരം ഉണ്ടാവണമെന്ന് വിചാരിച്ചു, പക്ഷെ നല്ലത് അയ്യോ, ഇങ്ങനെ ബെസ്റ്റ് ഇരിക്കുന്നു അറിയില്ല. അതാണ് ഇപ്പൊ ഞാൻ ഇനിയും ഒരു 2 മണിക്കൂർ ഓൾമോസ്റ്റ് ഉണ്ട്. പക്ഷേ പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസമുണ്ട്. മഴ ഭയങ്കരമായിട്ട് പെയ്യുന്നുണ്ടെങ്കിലും വലിയ റിഗ്രറ്റൊന്നും തോന്നുന്നില്ല. ഇൻകേസ് മഴയാണെങ്കിലും ലെറ്റ്സ് സീ എന്നാ തോന്നുന്നു. എന്താ പറയുക, ഒരു നൈസ് കളേഴ്സിലൊക്കെ അഡ്രസ്റ്റ് ചെയ്തേക്കുന്നത്. പഴയ ഒരു ഇംഗ്ലീഷ് ഓൾഡ് ടൗണിൽ വന്നൊരു വൈബുണ്ട്. പക്ഷെ നടന്ന് കാണാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ലൊരു ടൗണിൽ നമ്മൾ ഉള്ളിൽ കയറി എനിക്ക് തോന്നുന്നത്. എല്ലാം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഷാമ്പിൾസ്, അതെ ഷാമ്പിൾസ് എന്ന് പറയുന്നത് മറ്റേ ഹിസ്റ്റോറിക് ടൗൺ അല്ലേ? നമ്മൾ യോർക്കിൽ ഷാമ്പിൾസ് പോയത് അവിടെ 400 years ആയിട്ട് അങ്ങനെ ലൈക്ക് ഒരു ഇതും വരുത്താണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലുള്ള സ്ഥലങ്ങളായിരുന്നു. അങ്ങനത്തെ ടൗൺ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായിരുന്നു. ഇത് റിച്ച് ട്രീ ടീ റോസ്. ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ നിർത്തി ഒന്ന് ടാങ്ക് ഫില്ല് ചെയ്തു. ഇപ്പോൾ ഇതാ റാമു ക്യാഷ് എടുത്തിട്ട് തിരിച്ച് വരുന്നുണ്ട്. Now it feels sad. Because മഴ നിൽക്കുന്നില്ലല്ലോ. അപ്പുറത്ത് finally starting to see നീല ആകാശം, which is a very good sign. ഇത്രയും ഓടി വന്നിട്ട് അവിടെ എടുത്തൊഴിക്കുന്ന പോലെ മഴയാണെങ്കിൽ ഞാൻ കരയും. 17 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ 25 മിനിറ്റ് ഉണ്ട്. എന്തായാലും 25 മിനിറ്റ് കൂടെ. ലുക്സ് ഗുഡ്. ഈ ദൂരം വന്നത് ഒരേ ഒരു സ്ഥലം കാണാനാണ്. ഒരൊറ്റ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നത്. ആ സ്ഥലം ഒരുപാട് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. സ്ഥലം ഏതാണെന്ന് പറയുന്നില്ല, പക്ഷെ ഒരുപാട് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നേരിട്ട് കാണുമ്പോൾ വരുമോ, ഇത്രയും നേരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്.
വയറൊക്കെ വീർത്തു. നല്ല വെയിലായിരുന്നു. ഇങ്ങോട്ട് വരുന്ന സമയത്ത് മഴയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ വെയിലടിച്ചിട്ട് തല ഇങ്ങനെ ആയതുപോലെ ഇപ്പിരിപ്പുണ്ട്. ഫാമിന്റെ സൈഡിലൊന്നും എഴുതിയിരുന്നത്. ഈ റോഡിന്റെ സ്പീഡ് ലിമിറ്റ് എഴുതി കാണിക്കുന്നത് എത്രയാണെന്നറിയോ? 60 മൈൽസ്. അതെ, 60 മൈൽസ് പെർ അവർ എന്ന് പറയുമ്പോ എത്ര കിലോമീറ്റർ പെർ അവറാ? എടാ 100 കിലോമീറ്ററിൽ ഇവിടെ കൂടെ പോകണ്ടേ? സി ഉണ്ടോ സ്പീഡ് ലിമിറ്റ് ഉണ്ടോ 60 എന്നൊക്കെ? എന്തൊക്കെയാണോ എന്തോ കൂടെ പറഞ്ഞാ പിന്നെ നോ നോ. അപ്പുറത്തുനിന്നൊരു വണ്ടി വന്ന കോമഡി ആയിരിക്കും. ലെഫ്റ്റ് അല്ലേ? ഏത് ലെഫ്റ്റ്? താഴോട്ടാണോ പോണ്ടേ? ഇതിലേതോ ഒരെണ്ണമാണ് നമ്മുടേത്. ആൻഡ് ഗ്രാനറി എന്നാണ് അതിൻ്റെ പേര്. വേർ ഇസ് ഇറ്റ്? ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ലോസ്റ്റായി, പക്ഷേ വി റീച്ച്ഡ്. പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വഴി ഉണ്ട്, ബട്ട് അറിയില്ല പോകാവോ. ചുമ്മാ പോയി നോക്കിയാലോ. ഇങ്ങനൊക്കെ ഭയങ്കര രസമാണ്. ഇവിടെ ഇങ്ങനെ കസേരയും സെറ്റപ്പും ഒക്കെ ഉണ്ട്, ഇരിക്കാനൊക്കെ ഉണ്ട്. നടന്ന് സൺസെറ്റ് കാണാനാണ് എൻ്റെ പ്ലാൻ. ഒരു അടിപൊളി വഴിയിലെത്തി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഫാം എന്ന് പറയാനാ. ഈ കാണുന്ന ഫാമിലോട്ടുള്ള എൻട്രൻസ് ഒക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ, ഈ വേലി കൂടെ നോക്കിയാൽ ഫാമിൽ രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. समय में 5:30